1857 വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പാഠഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവം ഏതാണ്? 1857 വിപ്ലവം. ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ എന്തെന്നാണ് വിളിച്ചിരുന്നത്? ശിപായി ലഹള. എന്തെന്ന്? ശിപായി ലഹള. അപ്പോൾ ശിപായി ലഹള എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവം ഏതാണ്? 1857 വിപ്ലവം. ഇന്ത്യൻ ചരിത്രകാരന്മാർ എന്തെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്? അതായത് 1857 വിപ്ലവത്തെ എന്തെന്നാണ് വിളിച്ചിരുന്നത്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ. VD സവർക്കർ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ്. പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857 എന്ന പുസ്തകത്തിലൂടെ VD സവർക്കർ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ. ഈ VD സവർക്കറെ വീർ സവർക്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ആരായിരുന്നു? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, എഴുത്തുകാരനായിരുന്നു. ആരൊക്കെയാണ്? സ്വാതന്ത്ര്യ സമര സേനാനി, രാഷ്ട്രീയ നേതാവ്, എഴുത്തുകാരൻ. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന വിപ്ലവം 1857 വിപ്ലവം. അദ്ദേഹം, അതായത് VD സവർക്കറാണ് ഈ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ. ആ പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857. 1857 റിവോൾട്ടിന് ധാരാളം കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ സാമ്പത്തികമായ കാരണങ്ങൾ, സാമൂഹ്യമായ കാരണങ്ങൾ, മതപരമായ കാരണങ്ങൾ, സൈനികപരമായ കാരണങ്ങൾ, രാഷ്ട്രീയപരമായ കാരണങ്ങൾ, പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ദത്തവകാശ നിരോധന നയം ഒരു പ്രധാന കാരണമായിരുന്നു. 1857 റിവോൾട്ടിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു ദത്തവകാശ നിരോധന നയം. ഈ നിയമം നടപ്പിലാക്കിയതാരാണ്? ഡൽഹൌസി പ്രഭു. എന്താണ് ഈ ദത്തവകാശ നിരോധന നയം എന്ന് പറഞ്ഞാൽ? ഒരു നാട്ടുരാജ്യാവിന് അനന്തരാവകാശികളായി പുത്രന്മാരില്ലെങ്കിൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. അതാണ് ദത്തവകാശ നിരോധന നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ, ജയ്പൂർ, സാമ്പൽപൂർ, ഝാൻസി, ഔധ്. ഏതൊക്കെയാണ്? സത്താറ, ജയ്പൂർ, സാമ്പൽപൂർ, ഝാൻസി, ഔധ് തുടങ്ങിയവ. ഓക്കെ. അപ്പോൾ ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ സത്താറ, ജയ്പൂർ, സാമ്പൽപൂർ, ഝാൻസി, ഔധ് തുടങ്ങിയവ. ഈ നിയമം പിൻവലിച്ചതാരാണ്? ക്യാനിങ് പ്രഭു. ഈ നിയമം, ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിങ് പ്രഭു. ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്നു ക്യാനിങ് പ്രഭു. ദ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ക്യാനിങ് പ്രഭു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ക്യാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭുവാണ്. ആദ്യത്തെ വൈസ്രോയി ക്യാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ആ നിയമം പിൻവലിച്ചത് ക്യാനിങ് പ്രഭുവാണ്. ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാസ്റ്റ് വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാസ്റ്റ് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. അപ്പോൾ ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റനാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ എന്ന് ചോദിച്ചാലും മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്.
സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു, അവസാനത്തെ ഗവർണർ ജനറൽ രാജഗോപാലാചാരി. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ, അതും രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇന്ത്യൻ ഗവർണർ ജനറൽ, ശ്രദ്ധിച്ചോണം, ഇന്ത്യൻ ഗവർണർ ജനറൽ, അത് രാജഗോപാലാചാരിയാണ്. ഇദ്ദേഹത്തെ രാജാജി എന്നും അറിയപ്പെടുന്നു. ഓക്കെ. 1857 റിവോൾട്ടിൻ്റെ മറ്റൊരു പ്രധാന കാരണം സൈനിക സഹായ വ്യവസ്ഥയാണ്. ഇത് നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ഈ സൈന്യ സഹായ വ്യവസ്ഥയിൽ അംഗമാകുന്ന ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷ് സൈന്യത്തെ നാട്ടുരാജ്യത്തിൽ പാർപ്പിക്കണം. സൈന്യത്തിൻ്റെ ചെലവ് നാട്ടുരാജ്യം തന്നെ വഹിക്കണം. ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ പാർപ്പിക്കണം നാട്ടുരാജ്യത്തിൽ. വിദേശ ബന്ധം പാടില്ല, അതായത് ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം പാടില്ല. അപ്പോൾ ഈ സൈന്യ സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. 1857 വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം പട്ടാളക്കാർക്കിടയിൽ നൽകിയ പുതിയ തരം എൻഫീൽഡ് റൈഫിൾസും പവർ കാർട്രിഡ്ജുകളുമാണ്. ഈ തോക്കുകളിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കവർ കടിച്ചു കീറണം. എന്നാൽ ഈ കവറിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി എന്നൊരു വാർത്ത പരന്നു. പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കളായ പട്ടാളക്കാർക്കും പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങളായ പട്ടാളക്കാർക്കും നിഷിദ്ധമാണ്. അതിനാൽ അവർ അത് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും പ്രക്ഷോഭങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇതാണ് 1857 വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിൽ. എന്നാണ്? 1857 മെയ് 10. മെയ് 10 മീററ്റിൽ, യു പിയിലെ മീററ്റിലാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെയാണ്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. ഓക്കെ. എന്നാൽ ഈ മീററ്റിൽ 1857 റിവോൾട്ട് മെയ് 10 പൊട്ടിപ്പുറപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അതിന് മുമ്പ്, അതായത് മാർച്ച് 29, 1857 മാർച്ച് 29 ബാരക്പൂറിലെ പട്ടാള ക്യാമ്പിൽ വെച്ച് ഈ മംഗൽ പാണ്ഡെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. അപ്പം ബംഗാളിലെ ബാരക്പൂറിലെ പട്ടാള ക്യാമ്പിൽ വെച്ച് ഈ മംഗൽ പാണ്ഡെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. എന്താ കാരണം? ഈ സൈന്യത്തിലെ അസ്വസ്ഥതകൾ, അതായത് പിന്നെ ഈ പുതിയ തരം എൻഫീൽഡ് റൈഫിൾസും കാർട്രിഡ്ജും പട്ടാളക്കാർക്ക് നൽകിയത്, അതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്ത പരന്നത്, ഇതിനൊക്കെ എതിരെ ഇവരെല്ലാവരും പ്രതിഷേധിച്ചിരുന്നു. അങ്ങനെ ഈ റൈഫിൾസൊക്കെ ഉപയോഗിക്കാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ അതിനെ തുടർന്നാണ് ഈ ബാരക്പൂറിലെ പട്ടാള ക്യാമ്പിൽ വെച്ച് ഈ മംഗൽ പാണ്ഡെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തത്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ 1857 റിവോൾട്ടിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൽ പാണ്ഡെയാണ്. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തത് 1857 മാർച്ച് 29 എവിടെ വെച്ചാണ്? ബാരക്പൂറിൽ വെച്ചാണ്. ബാരക്പൂറിലെ പട്ടാള ക്യാമ്പിൽ വെച്ചാണ്. അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 മീററ്റിൽ നിന്ന് കലാപകാരികൾ ഡൽഹിയിലേക്ക് പോവുകയും മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ താൽക്കാലിക ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് കലാപകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചേരുകയും ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ താൽക്കാലിക ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. തുടർന്ന് ഈ കലാപം കാൺപൂർ, ലക്നൗ, ഝാൻസി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. എന്നാൽ 1857 സെപ്റ്റംബർ ആയപ്പോഴേക്കും ബ്രിട്ടീഷ് സൈന്യം ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഈ ബഹദൂർ ഷാ സെക്കൻഡ് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ അഭയം തേടി. അപ്പോൾ മീററ്റിൽ നിന്ന് കലാപം ഡൽഹിയിൽ എത്തിച്ചേർന്നു. അവിടെ ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ താൽക്കാലിക ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. എന്നാൽ സെപ്റ്റംബർ 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുത്തു. അങ്ങനെ ബഹദൂർ ഷാ സെക്കൻഡ് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ അഭയം തേടി. അവിടെ വച്ച് ബഹദൂർ ഷാ സെക്കൻഡിനെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടി. അതായത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ വില്യം ഹോഡ്സൻ്റെ മുന്നിൽ ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങി. ഇപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? ഏത് സൈനിക ഉദ്യോഗസ്ഥൻ്റെ മുന്നിലാണ്
ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങിയത്? വില്യം ഹോഡ്സൺ എന്ന ബ്രിട്ടീഷ് സൈന്യ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങി. തുടർന്ന് അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബഹദൂർ ഷാ സെക്കൻഡിനെ നാടുകടത്തിയത് റംഗൂണിലേക്കാണ്. ഡൽഹി പിടിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ബ്രിട്ടീഷ് സൈന്യ ഉദ്യോഗസ്ഥനാണ് ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസൺ എന്ന ബ്രിട്ടീഷ് സൈന്യ ഉദ്യോഗസ്ഥൻ ഡൽഹി പിടിച്ചെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1857 റിവോൾട്ട് നടക്കുമ്പോൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ, അതായത് ബഹദൂർ ഷാ സെക്കൻഡ്. എന്നാൽ ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ജനറൽ ഫക്ത് ഖാൻ. എന്നാൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിനെ പിടികൂടിയത് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ്. ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങിയത് വില്യം ഹോഡ്സൻ്റെ മുന്നിലാണ്. അതായത് ബ്രിട്ടീഷ് സൈന്യ ഉദ്യോഗസ്ഥനായ വില്യം ഹോഡ്സൻ്റെ മുന്നിലാണ് ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങിയത്. ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ജനറൽ ഫക്ത് ഖാൻ. ബഹദൂർ ഷാ സെക്കൻഡ് കീഴടങ്ങിയത് വില്യം ഹോഡ്സൻ്റെ മുന്നിൽ, അതായത് ബ്രിട്ടീഷ് സൈന്യ ഉദ്യോഗസ്ഥനായ വില്യം ഹോഡ്സൻ്റെ മുന്നിൽ. ബഹദൂർ ഷാ സെക്കൻഡിനെ നാടുകടത്തിയത് റംഗൂണിൽ. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ തൂലികാനാമം സഫർ. അപ്പോൾ ഈ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം സഫർ. ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ. ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ ശവകുടീരം മ്യാൻമാറിലെ യാങ്കൂൺ, പഴയ റംഗൂൺ. അപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ്, ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ, ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ ശവകുടീരം മ്യാൻമാറിലെ യാങ്കൂൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസനെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. കലാപം നടന്ന സ്ഥലങ്ങൾ ആദ്യം ബ്രിട്ടീഷുകാർ തിരിച്ചുപിടിച്ചത് ഡൽഹിയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചുപിടിച്ചത്, കലാപം നടന്ന സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചുപിടിച്ചത് ഡൽഹി. ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ്, തൂലികാനാമം സഫർ. ബഹദൂർ ഷാ സെക്കൻഡ് ശവകുടീരം മ്യാൻമാറിലെ യാങ്കൂൺ. ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ. ബഹദൂർ ഷാ സെക്കൻഡ് ശവകുടീരം പഴയ റംഗൂൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ. കലാപം നടന്ന സ്ഥലങ്ങൾ വെച്ച് ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചുപിടിച്ചത് ഡൽഹി. 1857 വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു, ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ. 1857 വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു, ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നു. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് ലോർഡ് സ്റ്റാൻലി. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമർസ്റ്റൺ. 1857 വിപ്ലവത്തെ തുടർന്ന് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നു. ഈ ആക്ട് പ്രകാരം ഇന്ത്യയിൽ കമ്പനി ഭരണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത്. അപ്പോൾ കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത്. ഈ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബിനെയാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. പേഷ്വ ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്.
രാമചന്ദ്ര പാണ്ഡുരംഗ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബിനെയാണ്. പേഷ്വാ ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ്. കാൺപൂരിൽ വിപ്ലവം അടിച്ചമർത്തിയത് കേണൽ കാംബെൽ. ഈ വിപ്ലവം കാൺപൂരിൽ അടിച്ചമർത്തിയത് കേണൽ കാംബെൽ. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മകൾ. ഔദിലെ റാണി എന്നറിയപ്പെടുന്നത് ബീഗം ഹസ്രത്ത് മകളാണ്. ലക്നൌവിൽ വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തിയത് കേണൽ കാംബെൽ. കേണൽ കാംബെൽ. അപ്പോൾ ലക്നൌവിൽ വിപ്ലവം നയിച്ചത്, വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മകൾ. ഇവരെയാണ് ഔദിലെ റാണി എന്ന് അറിയപ്പെടുന്നത്. ലക്നൗ വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തിയത് കേണൽ കാംബെൽ. ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായി. അവരുടെ യഥാർത്ഥ പേര് മണികർണിക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ ഹുക്ക് റോസ്. ഝാൻസിയിൽ 1857 വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായി. അവരുടെ യഥാർത്ഥ പേര് മണികർണിക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് നെഹ്റു. റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ ഹുക്ക് റോസ്. ഝാൻസി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തപ്പോൾ അവർ ഗ്വാളിയാറിലേക്ക് പോയി. അവിടെയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. എന്നാൽ 1858 ജൂൺ 18 അവർ വീരമൃത്യു വരിച്ചു. മനുബായ് എന്നറിയപ്പെടുന്നതും റാണി ലക്ഷ്മിബായിയാണ്. മണികർണികയാണ് യഥാർത്ഥ പേര്. മനുബായി എന്നറിയപ്പെടുന്നതും റാണി ലക്ഷ്മിബായിയാണ്. ഇന്ത്യയുടെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും റാണി ലക്ഷ്മിബായിയാണ്. മനുബായി എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ 1857 വിപ്ലവത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക്, 1857 വിപ്ലവത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും റാണി ലക്ഷ്മിബായിയാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഹുക്ക് റോസ് വിശേഷിപ്പിച്ചത് റാണി ലക്ഷ്മിബായിയെ. റാണി ലക്ഷ്മിബായിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ജനറൽ ഹുക്ക് റോസ്. വിപ്ലവകാരികളിൽ അപകടം പിടിച്ച വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചതും റാണി ലക്ഷ്മിബായിയാണ്. അപ്പോൾ ജനറൽ ഹുക്ക് റോസ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് വിശേഷിപ്പിച്ചു. വിപ്ലവകാരികൾ അപകടം പിടിച്ച വിപ്ലവകാരി എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചതും ഹുക്ക് റോസാണ്. റാണി ലക്ഷ്മിബായിയുടെ കുതിര ബാദൽ, പവൻ, സാരംഗി. കുതിരയുടെ പേര് ബാദൽ, പവൻ, സാരംഗി. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. അപ്പോൾ ആറയിൽ കൻവർ സിംഗ് ആണ് നയിച്ചത്. ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ള ഷാ. ഗോളിയാറിൽ റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പി. അപ്പോൾ ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാനാണ് 1857 വിപ്ലവം നയിച്ചത്. എന്നാൽ ആറയിൽ കൻവർ സിംഗ് ആണ് വിപ്ലവം നയിച്ചത്. ഈ കൻവർ സിംഗിനെയാണ് വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? കൻവർ സിംഗിനെയാണ്. ഫൈസാബാദിൽ ആരാ വിപ്ലവം നയിച്ചത്? മൗലവി അഹമ്മദുള്ള ഷാ. ഗോളിയാറിലെ റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗിനെയാണ്. താന്തിയ തോപ്പിയുടെ പേര്, യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ഗറില്ല യുദ്ധമുറകൾ 1857 വിപ്ലവത്തിൽ പ്രയോഗിച്ചു. 1857 വിപ്ലവത്തെ ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1857 പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ പുസ്തകമാണ്, അതായത് നോവലാണ് അമൃതം തേടി. അപ്പോൾ അമൃതം തേടി എന്ന നോവൽ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ആ നോവലിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1857
വിപ്ലവത്തെക്കുറിച്ചാണ്. ചെകുത്താൻ്റെ കാറ്റെന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലായ അമൃതം തേടിയിൽ 1857 വിപ്ലവത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ദി ശിപായി മ്യൂട്ടണി ആൻഡ് ദി റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത് R.C. മജുന്ദറാണ്. ദി ശിപായി മ്യൂട്ടണി ആൻഡ് ദി റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചതാരാണ്? R.C. മജുന്ദർ. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ. ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഇതിലൂടെ എന്താ വിശദീകരിച്ചത്? 1857 വിപ്ലവത്തെക്കുറിച്ച് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് V.D. സവർക്കർ. ഗ്രേറ്റ് റെബലിയൻ എന്ന പുസ്തകം അശോക് മേത്തയുടെയാണ്. 1857 വിപ്ലവത്തെക്കുറിച്ച് ഗ്രേറ്റ് റെബലിയൻ എന്ന പുസ്തകം എഴുതിയത് അശോക് മേത്തയാണ്. അപ്പോൾ അശോക് മേത്തയുടെ പുസ്തകം ഗ്രേറ്റ് റെബലിയൻ. ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം രചിച്ചത് വില്യം ഡാൽറിംബിൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ലാസ്റ്റ് മുഗൾ. 1857 എന്ന പുസ്തകം സുരേന്ദ്രനാഥ സെന്നിൻ്റെയാണ്. സുരേന്ദ്രനാഥ സെന്നിൻ്റെ പുസ്തകമാണ് 1857. ഈ വിപ്ലവത്തെ ഇന്ത്യയുടെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് S.B. ചൗധരിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ സിവിൽ റെബല്യൻ ഇൻ ദി ഇന്ത്യൻ മ്യൂട്ടണീസ് എന്ന പുസ്തകത്തിലൂടെ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് S.B. ചൗധരി. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ സിവിൽ റെബല്യൻ ഇൻ ദി ഇന്ത്യൻ മ്യൂട്ടണി എന്ന പുസ്തകത്തിലൂടെ. ഈ കലാപത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ ഡിസ്രേലി. അപ്പോൾ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ബെഞ്ചമിൻ ഡിസ്രേലി. ഈ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് വാദിച്ച ഇന്ത്യൻ ചരിത്രകാരനാണ് R.C. മജുന്ദർ. R.C. മജുന്ദർ എന്ന ഇന്ത്യൻ ചരിത്രകാരനാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് വാദിച്ചത്. R.C. മജുന്ദർ. 1857 വിപ്ലവത്തെ ആകസ്മികവും അല്പായുസ്സുമായ ഉഷ്ണക്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ സെന്നാണ്. അപ്പോൾ ഈ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ആകസ്മികവും അല്പായുസ്സുമായ ഉഷ്ണക്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ സെൻ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ചപ്പാത്തി പ്രസ്ഥാനം. ചപ്പാത്തി പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ രഹസ്യ ചിഹ്നം ചപ്പാത്തിയും താമരയും. രഹസ്യ ചിഹ്നം എന്താണ്? ചപ്പാത്തിയും താമരയും.